ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്യൂസ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 1:45 ഗൈസ്. നമ്മുടെ കാശിക്കുട്ടൻ ഫോൺ കണ്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അല്ലൂസും അയിനൂസും ഒന്ന് നേരത്തെ ഉറങ്ങി. അല്ലു ഒരു നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും നേരത്തെ കൊണ്ട് ഉറങ്ങി. കാശിക്കുട്ടനും ഉറക്കായും. അപ്പോൾ ഇന്ന് പാറൂസിനെ എടുക്കാൻ വേണ്ടി പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. 1:45 സമയം എന്ന് പറയുമ്പോൾ ഒരു 1.5 മണിക്കൂറെങ്കിലും എനിക്ക് ഉറങ്ങണം എന്നാണ് ആഗ്രഹം. ഒരു 2:30 ആകുമ്പോൾ എനിക്ക് റെഡിയായി അവളെയും കൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവർ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1 വീക്ക് 4 ഡേയ്സ് ആവുന്നുള്ളൂ പോയിട്ട്. സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നല്ല ചോറുണ്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ നേരത്തെയാണ് ഗൈസ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് സ്പെഷ്യൽസ് ഉണ്ട്. ഇന്ന് ചെമ്മീൻ ചമ്മന്തി, അമ്മയുടെ ചെമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറി, തൈര്, പാറൂന്ന് കൊടുത്തയച്ച് ഗ്രീൻ പീസ് അല്ല സോറി ചെറുപയറും പേപ്പടം, ഇതെല്ലാം കൂടി ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം. അതിനുശേഷം റെഡിയൊക്കെ ആയി പാറൂനെ പിക്ക് ചെയ്യാൻ പോവാം. കീത്തു അപ്പോഴേ ടി വി കണ്ടിട്ട് കഴിക്കാണ് കേട്ടോ. ഇപ്പോൾ കീത്തുവിനാണ് സോഫയിലിരുന്ന് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം. എനിക്കിങ്ങനെ ടേബിളിലൊക്കെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും വർത്താനം പറഞ്ഞ് കഴിക്കാൻ ഇഷ്ടം. പക്ഷെ അവൾക്ക് സിനിമ ഒക്കെ കണ്ടിങ്ങനെ ചാരി ഇരുന്ന് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാനും ഇങ്ങനെ സിനിമ കണ്ടിരിക്കും. ഒരു സിനിമ ഞങ്ങൾ കംപ്ലീറ്റ് കാണാൻ പറ്റാറില്ല എന്നതാണ് സാരം. അപ്പോൾ കാശിക്കുട്ടനെ വെച്ച് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ സമയമായപ്പോൾ ഞാൻ എണീറ്റിട്ട് നമ്മുടെ ഏട്ടൻ്റെ കയ്യിൽ കാശിന് കൊടുത്തു കേട്ടോ. സമയം ഇപ്പം 3 മണി ആയിട്ടുണ്ട്. നല്ല വെയിലാണ്. സ്കൂൾ വിടുന്ന ടൈം 3:30 ആണ് കേട്ടോ. നല്ല വെയിലുള്ളൊരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി ശരിക്കും കരിഞ്ഞു പോകുന്നതന്നെ പറയാം. സൺ എക്സ്പോഷർ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ആയി ടാൻ ആയിട്ടൊക്കെ ഇരിക്കും. നമ്മൾ റോങ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കാലങ്ങളോളം അത് അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ഹെൽത്തി ഗ്ലോയിങ് സ്കിന്ന് ഒരുപാട് നാൾ കിട്ടുന്ന തരത്തിലുള്ള സൺസ്ക്രീൻ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല സൺസ്ക്രീൻ ചൂസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ടാസ്ക്കാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂ ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് ആൻഡ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഒരുപാട് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. 90% നാച്ചുറൽ ഒറിജിനൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യും. ഒരുപാട് സൺസ്ക്രീനിൽ SPF 50 ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും സത്യമാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഇത് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ഇതിൽ SPF 50 PF4+ ആണുള്ളത്. ഇത് സണ്ണിൽ നിന്ന് ഒരു അൾട്രാലൈറ്റ് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ നമുക്ക് തരുന്നത്. മാത്രമല്ല നോ വൈറ്റ് കാസ്റ്റും കൂടിയാണ് കേട്ടോ. ഇതിനെനിക്ക് ഒരുപാട് വിശ്വാസമാണ്. കാരണം അത് ഭയങ്കര സേഫ് ആൻഡ് എഫക്റ്റീവും കൂടിയാണ്. ഇത് ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ സ്കിൻ ആൻഡ് ഇന്ത്യൻ വെതർ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. മാത്രമല്ല ഇറ്റ് ഈസ് സ്വെറ്റ് റെസിസ്റ്റന്റ് കൂടിയാണ്. നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ വെറുതെ കുത്തുകുത്തിട്ട് പോയിട്ട് കയറില്ല. 2 ഫിംഗേഴ്സിലായിട്ട് നന്നായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെയറായിട്ട് നമ്മളെ ഫേസിൽ കിടക്കണം. നല്ലൊരു ഹെൽത്തി ഗ്ലോ തരുന്ന ഒരു സ്കിൻ കിട്ടാൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ ആമസോൺ, നൈക്ക, മിന്ത്ര, ഫ്ലിപ്കാർട്ട് ആൻഡ് നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി പിന്നെ നമ്മൾ കണ്ണെഴുതുക, നമ്മൾ ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾ നേരെ ക്ലാസ്സിൽ പോയിട്ട് പാറോട്ടനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കമ്മലൊക്കെ ഇട്ട് റെഡിയായി സെറ്റായിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. എന്തിനാണ്? കല്യാണത്തിനല്ല, നമ്മൾ പാറുടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോവാ ചേച്ചിനെ കൊണ്ടുവരാൻ പോവാ. ചേച്ചിനെ കൊണ്ടുവരാൻ പോവാ. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല നട്ടപ്പാറ വെയിലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. സൺസ്ക്രീൻ എന്തായാലും ഇടും, ഉറപ്പായിട്ടും സൺസ്ക്രീൻ ഇടും. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടും. അപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. 3:05 ആയിട്ടുണ്ട്. 3:30 വരെയാണ് പാറുൻ്റെ സ്കൂൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് 3:30 ആകുമ്പോൾ എത്തണമെങ്കിൽ 3:20 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാറുട്ടിനെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് പ്ലീസ്? കൊള്ളാമോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഡ്രസ്സ് ഞാൻ വേണമെങ്കിൽ വെബ്സൈറ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഷോർട്സിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ല പാറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം എന്താ പറയുക, ഉറക്കം വരുന്നൊരു സമയമാണ്, ഉറങ്ങണ ഒരു സമയമാണ്. അപ്പോൾ ആ നേരത്തെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏട്ടനും അച്ഛനും എന്തെങ്കിലും ആരെങ്കിലും ഉണ്ട്, അവരാ പോവാറ്. മെയിനായിട്ട് എനിക്ക് ഏട്ടൻ വണ്ടി മേടിച്ചെന്ന് എൻ്റെ കാര്യം എന്ന് പറയണത് അവരാരും ഇല്ലെങ്കിൽ ക്രാവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വണ്ടി വാങ്ങിച്ചന്നൊട്ട് ക്രാവിനെ പിക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ കാശിക്കുട്ടൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ നേരെ അമ്മായിയുടെ വീട്ടിലേക്കാണ് പോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അമ്മായിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് പാറുട്ടൻ്റെ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ കീത്തും അച്ഛനും ഉള്ളൂ. നിഖിലും പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പാറിനോട് തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എവിടേക്കെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടേക്കെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വലിയാൻ്റെ കടയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാറിൻ്റെ ക്ലാസ് പണ്ട് ഇവിടെയായിരുന്നു. അപ്പോൾ ഇതാണ് പാറിൻ്റെ സ്കൂൾ എന്ന് പറയുന്നത്.
അമ്മയാണെങ്കിൽ എന്നും അതെ, ഇവിടെ ഇപ്പം നമ്മുടെ അമ്മയുടെ വന്നിട്ടുണ്ടെങ്കിലും അമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. അതായത് പാറുവിനെ എവിടെയെങ്കിലും കാണും, ഇൻ്റർവെല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും അമ്മ ഇങ്ങനെ അവൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അതെനിക്ക് തോന്നും എല്ലാ അമ്മമാരും അങ്ങനെ ഇരിക്കും. എന്നെക്കാളും കുറച്ചും കൂടി ക്യൂരിയോസിറ്റി അമ്മയ്ക്കാണ് പാറുവിനെ കാണാതിരിക്കും. ആദ്യമാണെങ്കിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഡിവിഷൻ ഫസ്റ്റ് E ആണ്, കുറച്ച് ഒറ്റത്തേക്കാണ് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഏട്ടൻ പോയിട്ട് കുഞ്ഞുവിനെയും നമ്മുടെ പാറൂസിനെയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പാറുവിൻ്റെ വീട്ടിലായാലും സ്കൂളിലായാലും പാറുവിന് ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് കുഞ്ഞോളാണ്. കുഞ്ഞുനായാലും വേറൊരു ഫ്രണ്ട്സ് എന്ന് പറയാനില്ല. അതായത് നമ്മുടെ കസിൻസിലും പാറുവാണ് ഫ്രണ്ട് എന്ന് പറയാനുള്ളത്. പിന്നൊക്കെ ചേട്ടന്മാരാണ് ഇവൾക്കുള്ളത്. കുഞ്ഞുൾക്ക് ഫുൾ ചേട്ടന്മാരാണുള്ളത് കേട്ടോ. കുഞ്ഞു ഇപ്പം എത്ര സ്റ്റാൻഡേർഡിക്കാണ്, 6th സ്റ്റാൻഡേർഡിക്കാനായത്. നമ്മുടെ പാട്ടൻ 1st സ്റ്റാൻഡേർഡിക്ക്. അപ്പോൾ അമ്മായിയുടെ അടുത്ത് വന്ന് അമ്മായിയായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മതേ ചായ വെച്ച് കൊടുത്തു, അപ്പം വെച്ച് കൊടുത്തു, അങ്ങനെയൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞുനെയും കൊണ്ട് നമുക്ക് വലിയൻ്റെ കടയ്ക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ 2 വീലറിനാണ് വന്നത്. 2 വീലറിന് വന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വണ്ടിയും ഇരുന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കടയ്ക്ക് കൊണ്ടുപോകുന്നുള്ളത് ജസ്റ്റ് പാറുട്ടൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര മധുരമായിട്ട് തോന്നും. കാശി വീഡിയോ ചെയ്തിട്ടാ എഴുതാനൊക്കെ ഉണ്ടായിരുന്ന ലഞ്ചും ടിഫിനും കഴിച്ച ഫിനിഷ് അറിഞ്ഞൂടാ. 2 പഴവും കഴിച്ചാ? 2 പഴവും കഴിച്ചാ? ചോറ് കഴിച്ചാ? അപ്പോൾ അതായത് നമ്മൾ പാറുവിനെ കൊണ്ട് വലിയൻ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. വലിയൻ്റെ കടയിൽ കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ചായ കുടിക്കാം, അങ്ങനൊക്കെ ഒരു പ്ലാൻ ഇട്ടിട്ടാണ് പോണത്. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ കടയിൽ പോകാനായിട്ട്. കാരണം വല്ല കോലുമിഠായി അങ്ങനെ കിട്ടും, അവിടെ നിന്ന് വെറുതെ കൊടുക്കാറുണ്ട് ചേച്ചി. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഫ്രണ്ടിൽ കൂടെ പോകണം. നല്ല തിരക്കാണ്. ഓരോ പിള്ളേർ സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് ഓടണം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെയാണ് ഓർമ്മ വരുന്നത് ഗൈസ്. കാരണം നമ്മൾ എന്തോരം സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് ഓടിക്കുന്നു, ഒരു അറ്റത്തൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നു. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കറിയാലേ. അപ്പം പോവട്ടെ കേട്ടോ. സിപ്പപ്പൊന്നുമില്ല, തണുത്തൊരൈറ്റില്ല. വേറെ എന്താ വെച്ചാ പറഞ്ഞോ, തണുത്തതൊന്നുമില്ല. ബാ 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 കഴിഞ്ഞു. പാറൊന്നും കഴിഞ്ഞൊരു ഉണ്ട മാത്രം. അത് തിന്നില്ലവള്, അവർക്ക് ഇഷ്ടമല്ലത്. മൊത്തം കഴിഞ്ഞു. സിപ്പപ്പ പാറുനോ ചീത്ത പറയും. അച്ഛനോട് പോയി ചോദിക്കാതെ, അച്ഛനോട് പോയി ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ട് എന്നോട് പറയണ്ട, അച്ഛനോട് പറഞ്ഞാൽ എന്താ പറഞ്ഞു പറ. എന്താ പറഞ്ഞു, എന്താ പറഞ്ഞ? അതല്ല ഇത് കുടിച്ചിട്ട് ഇത് കഴിച്ചിട്ട് ചൂട് കാപ്പി കുടിക്കാന്ന്. ആ പിന്നെ സിപ്പത്തിന് എങ്ങനെ ഇവിടെ അടിച്ചില് പൊട്ടിക്കില്ല. അത് തുപ്പ് കടലാസ് ഇതെങ്ങനെ ഇവിടെ കിട്ടുന്ന
സ്കൂൾ വിടുന്ന നേരമാകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. സിപ്പപ്പിനും സലാഡിനും മിഠായിക്കും ലേസിനൊക്കെ വേണ്ടി വരുന്ന പിള്ളേർ. ഞാനും പണ്ട് ഇങ്ങനെ ഇരുന്നു, കയ്യിൽ കുറേ ചില്ലറ കൊണ്ടുവരും, സിപ്പപ്പ് മേടിക്കും, സലാഡ് മേടിക്കും. അങ്ങനെ കുറേ ഓർമ്മകൾ നമുക്ക് അവിടെ കടയിൽ വന്നിരിക്കുമ്പോൾ കാണാം. കുറേ പിള്ളേർ ഗ്യാങ്ങായിട്ട് വന്നിട്ട് അവർ ഷെയർ ഇട്ട് ഒറ്റ രൂപയൊക്കെ ഷെയർ ഇട്ട് 1 രൂപയുടെ സിപ്പപ്പ് 2 രൂപയുടെ സിപ്പപ്പ് അവിടെ തന്നെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഷെയർ ഇട്ടൊക്കെ നൈസാണ്. കുട്ടിക്കാലം എന്ന് പറയണത് മക്കളെ വെറുതെ ഒന്നും കിട്ടൂല. അതൊക്കെ ഒരു സംഭവമാണ്. അത് നമ്മൾ വലുതാകുമ്പോഴേ നമ്മുടെ എല്ലാവരും പറയാറില്ലേ, കുട്ടിക്കാലം കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന്. അത് മാക്സിമം എൻജോയ് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ കടയിൽ കുറേ നേരം ഇരുന്നായിരുന്നു കേട്ടോ. കടയിലൊരു സിപ്പപ്പും കുടിച്ച് നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മാമിക്കും കുറച്ച് സിപ്പപ്പ് ആൾ വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട്. മാമിക്കൊരു സർപ്രൈസ്. പിള്ളേര് കണ്ട ഇതോ, പിള്ളേര് കണ്ട. ഇനിയിപ്പോൾ പാറുൻ്റെ സ്കൂൾ യൂണിഫോമൊക്കെ അഴിച്ച് വെക്കേണ്ട തിരക്കിലാണ്. എന്തോ ഒരു കുനിഷ്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തറുതല പോലെ സംസാരിക്കുന്ന ഒരു ടോൺ വന്നു കഴിഞ്ഞാൽ എൻ്റെക്കേന്നും കീത്തുൻ്റെക്കേന്നും ഒരേ സ്വരത്തിൽ ചീത്തയേക്കും. ചീത്തല്ല ഞങ്ങൾ പറയാം, ഞങ്ങളൊരു തരം അങ്ങനൊരു സ്വരം ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരുമിച്ചായിരിക്കും ചെല്ലപ്പോൾ വരിക. അങ്ങനെ എന്തോ പാറൊരു തറുതല പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒച്ചെടുത്തു. എന്താണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ അതേ മുടിയൊക്കെ അഴിച്ച് ചാച്ചനോട് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഖിൽ ഓൾറെഡി പുറത്ത് പോയി വന്നപ്പോൾ നമുക്ക് ബജ്ജിയും സവാള വടയും പഴംപൊരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കഥകൾ ചോദിക്കും. ഞാൻ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പം തന്നെ സ്കൂളിലത്തെ കാര്യം സ്ട്രെസ്ഫുള്ളി ചോദിക്കരുത്, അതവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് റിലീഫായിട്ട് ഇരിക്കണം എന്നൊക്കെ. പക്ഷേ ഞാനങ്ങനെ ചോദിച്ചു പോകും കേട്ടോ. എനിക്കറിയില്ല, ഞാൻ എങ്ങനെ ചോദിക്കുക, ടിഫിൻ കഴിച്ചടാ, ലഞ്ച് കഴിച്ചാൽ ഫിനിഷ് ആക്കിയടാ നീ, അങ്ങനെയൊക്കെ ചോദിക്കുക. എന്തായിരുന്നു ഒന്ന് ആരാണ് അടുത്തിരുന്നിരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ ഭയങ്കര ഫൺ രീതിയിൽ ചോദിക്കാറുള്ളൂ. അതെനിക്ക് അവൾക്കൊരു സ്ട്രെസ്സ് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ തോന്നുന്ന ഒരു പോയിന്റിൽ ഞാൻ നിർത്തും, അല്ലെങ്കിൽ അവൾ എന്നെ കൊണ്ട് നിർത്തിക്കുക. അവൾ പറയാം അമ്മ മിണ്ടാടുന്നമ്മ, അങ്ങനെ പറയും. ഓക്കെ, അപ്പം എനിക്ക് മനസ്സിലും പാറുവിന് ഭയങ്കര ഹേർട്ടിങ് ആയി തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഇപ്പം എൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് കീത്തുവും ചോദിക്കും. കാരണം എനിക്കുള്ള അതേ ക്യൂരിയോസിറ്റി കീത്തൂനുണ്ട് പാറുവിൻ്റെ കാര്യത്തിൽ. എനിക്കറിയേണ്ട അതേ ആകാംക്ഷ കീത്തൂനുണ്ട് അറിയാനുള്ളത്. അപ്പം ഞങ്ങൾ അവളുടെ ഒരു നാക്കിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയും. നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് വന്നെല്ലാം ഷെയർ ചെയ്യണം. അങ്ങനെ ഒരു സംഭവം നമ്മളും മക്കളും തമ്മിൽ ഉണ്ടായിരിക്കണം. എനിക്ക് പാറുവിനെ സംബന്ധിച്ച് ഞാൻ പാറുവിനോട് ചോദിക്കുമ്പോഴാണ് പാറു ഓരോ വിശേഷങ്ങൾ അപ്പം വന്ന് പറയാം. അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷം പിറ്റേ ദിവസം രാവിലെ കുളിക്കുമ്പോഴോ അവളെ കളിപ്പിക്കുമ്പോഴൊക്കെ അമ്മ ഇന്നലെ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ പാറുട്ടൻ്റെ മേക്കപ്പല്ല കുളിപ്പിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മഴ പെയ്തപ്പോൾ 3 വണ്ടി അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലഹളമായാണ്, ഭയങ്കര ഒച്ചയും വിളിയാണ്. പക്ഷെ അവർ ഇരുന്ന് കളിച്ചോളും. പുറത്താണെങ്കിൽ ഇവർ എവിടേക്കൊക്കെ ഓടണേന്ന് നമ്മുടെ കണ്ണെത്തൂല. അതുകൊണ്ട് അകത്താകുമ്പോൾ നമ്മുടെ ചെവിപ്പുറത്ത് ഇവരുണ്ടാവും. നമുക്ക് ഇവിടെ ഇരുന്നാലും അപ്പുറത്ത് ഇവന്മാർ എന്താ എടുക്കണേന്ന് നമ്മൾ കുറേ റീല് കണ്ടിട്ടില്ലേ. ഒച്ചയും ബഹളം ഉള്ളപ്പോഴും നമുക്ക് സമാധാനം, ഓ അവരവിടെ ഉണ്ട്. സൈലൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. സൈലൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ടെൻഷനാവും കേട്ടോ. അപ്പം ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ റെഡിയായി. അപ്പം ഗൈസ് നമ്മുടെ 3 പിള്ളേരും 4 പിള്ളേരുടെയും കുളിപ്പിച്ചു. 3 വേഗം കുളിപ്പിച്ചു. നിങ്ങൾ നോക്കൂ. ഹായ് പറഞ്ഞേ. അല്ലു അയിനു കാച്ചി ഹായ്. അയിനു ഹായ് പറ. ഹായ്. നല്ല കളിയിലായിരുന്നു. അപ്പൊ അവരൊക്കെ വേഗം ഇവിടെ കൂടെ തന്നെ അവരെ മേലേച്ചു. അമ്മ മോൻ ചെല്ലേട്ടാ. ഓക്കെ, എന്തിനാ പാറിന് ഇഷ്ടമുള്ള പാട്ട് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കും. ആ നോക്കട്ടെ. അപ്പോൾ
കഴിച്ചത് നമ്മൾ പാറുവിന് ഇപ്പോൾ ഒരു 2-3 days ആയിട്ട് പ്രത്യേകിച്ചൊന്നും സ്കൂളിൽ എടുക്കുന്നില്ല. തട്ടുമുട്ടും കരച്ചിൽ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പിള്ളേരുടെ കളിയും ചിരി. അതായത് ഞാൻ മിക്കവാറും നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ നിനക്ക് കളിക്കാൻ മുണ്ടില്ല പാറു. സോ നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും നമ്മുടെ. പിന്നെ അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇവരുടെ നോയ്സ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ പാവട്ടനും 2-3 ദിവസമായിട്ട് അതുമൊക്കെ ആയിട്ട് ചില്ലറായിട്ട് അടി തുടങ്ങി. അതിന് വരുന്നുണ്ട് അല്ലും അതിനും അങ്കത്തട്ടിലേക്ക് കടന്നിട്ടുണ്ട്. കാശിക്കൂട്ടം നോക്കി നിൽക്കുന്നുണ്ട്. ഇനി അവരുടെ തല്ലി കഴിയുന്ന സമയം നോക്കിയിട്ട് കാശി പോയിട്ടൊരു സ്ക്രൂ കൊടുക്കും. അപ്പോൾ വീണ്ടും തല്ലാം. ഇങ്ങനെയാണ്. അപ്പം ബുക്സൊക്കെ ഞാനൊന്ന് നോക്കട്ടെ, എന്തൊട്ടൊക്കെ വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിച്ചത് നോക്കട്ടെ, എന്തൊക്കെ പഠിച്ച്. എഴുതാൻ മടിയുണ്ടോ പാറുനിപ്പോ? പാറൂന് അറിയില്ലേ എഴുതാൻ വല്ല മടിയുണ്ട് നിനക്ക്? എന്റെ മോക്ക് ഗുഡ്. പാറുന്റെ എടുത്തിരിക്കുന്ന കുട്ടിയുടെ പേര് എന്തിട്ടാ? ബെഞ്ച് മേറ്റ്. ഇപ്പൊ ഗേൾസ് ആക്കിയാ? നോക്കട്ടെ എന്തൊരു സബ്ജക്റ്റ് വായിച്ചേ നോക്കട്ടെ. ഗുഡ് ഗേൾ. എന്തായാലും പഠിപ്പിച്ചെന്ന് ഇംഗ്ലീഷ്? വാവ്, വാട്ട് ഈസ് ദിസ്? എന്തുവാടിയത്? അക്ഷരം എഫ്. പിന്നെ ഹോംവർക്ക് ഉണ്ടോ? റഫ് ബുക്കിൽ വരച്ച് കളിച്ചില്ലേ എന്ന് കണ്ട? ഓ മൈ ഗോഡ്, ശ്രദ്ധിച്ച് എഴുതി. ബ്യൂട്ടിഫുൾ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞത് തേനീച്ചയാണോ? തുമ്പി തേൻകുടിയാൻ പോയപ്പോ അതൊക്കെ തേനീച്ച ഉണ്ടായിരുന്നു. അങ്ങനെ മോളിൽ എഴുതി വെച്ചാ മതി. സൂപ്പർ പാറു. റഫില് വേറെ എന്നിട്ട് എഴുതിയത്? പേജൊക്കെ പതുക്കെ മറിക്കണം. ഇതുണ്ടായിരുന്നു ABCD എഴുതിയിരുന്നല്ലേ കഴിഞ്ഞ ദിവസം? ഇത് നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല വൃത്തിയിൽ ഫിനിഷ് ചെയ്യണം കേട്ടോ പാറു. ഓക്കെ. ഇതെന്താ പഠിച്ചത്? ഇതെന്താ പാറു അക്ഷരം? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ടീച്ചർ പെട്ടെന്ന് പിന്നെ തെറ്റിപ്പോയി. കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ് അമ്മ അമ്മ പറഞ്ഞിട്ടില്ലേ, നോട്ട് ബുക്കൊക്കെ ഇപ്പുറത്ത് വെക്കി, ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പുറത്ത് വെക്കി, എല്ലാതും പെൻസിലും പേനൊക്കെ ഉണ്ടാ. വേർ ഈസ് പെൻസിൽ? എവിടെ റബ്ബർ? എവിടെ പെൻസിൽ? എവിടെ? ബാഗിന്റെ ഉള്ളിലാണ് ഇടാ പെൻസിലൊക്കെ. പെൻസിൽ ഇല്ല, റബ്ബർ ഇല്ല. ചാനലാ? നമുക്കുള്ള ചാനല് പോരെ പറോ? ഉള്ള ചാനൽ മതിയാ. എനിക്കൊരു ചാനൽ വേണ്ടി. കുറച്ചും കൂടെ കഴിയട്ടെ കേട്ടാ. എന്നിട്ട് എന്റെ മോന് ഒരു ചാനലൊക്കെ ഉണ്ടാക്കി തരാം. ഓക്കെ. എങ്ങനെയെങ്കിലും ഒന്ന് നോട്ട്സ് വെക്കുന്നതിന് നോട്ട് വെക്കുക, ടെക്സ്റ്റ് വെക്കുന്നതിന് ടെക്സ്റ്റ് വെക്കുക. ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സ് എടുത്തു വെച്ചാ? വെരി ഗുഡ് ഗേൾ. പിന്നെ GA ഒക്കെ ഇത് മാത്രം പഠിപ്പിച്ചോളൂ. വേറെ ഒന്നും പഠിപ്പിച്ചില്ലേ? മലയാളം പഠിപ്പിച്ചെന്ന് 2 ലൈനില്, ഹിന്ദി 2 ലൈനിൽ എഴുതിയാ? ഒന്നും എഴുതിട്ടില്ലമ്മ. 2 ലൈൻ ടീച്ചർ. 2
ഭയങ്കര ലഞ്ച് ബാഗ് വേടിക്കുന്നു കാശിലേക്ക് വാങ്ങിക്കാൻ വേണ്ടി ലഞ്ച് ബാഗ് മേടിക്കും. പൊന്നോ മാമയുടെ പൊന്നും മോനെ. കാശിരമേത്തെ അയിനോ ഇവിടെ വന്നേ വാ പിടിച്ചെടുത്തോണ. ഇപ്പോൾ അവർ തമ്മിൽ എന്തോ കളി നടക്കുകയാണ്. പാറുൻ്റെ കയ്യിൽ ന്യൂട്ടല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാശിക്കുട്ടൻ ഭയങ്കര വികൃതിയാണ് കേട്ടോ ഗൈസ്. വികൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അല്ലൂസും വികൃതി ഇല്ല, ഭയങ്കര വാശിയാണ് അവർക്ക്. ഇവനിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവരെ തോണ്ടിപ്പോവും, എപ്പോഴും ഇവരെ ചൊറിയാൻ നിൽക്കും. ഇവരാണെങ്കിൽ ഇവർക്ക് തിരിച്ച് തല്ലുകയും വേണം. അങ്ങനെ അടി ബഹളമാണ്. പിന്നെ ഇവനാണെങ്കിൽ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഐനൂസിൻ്റെ കണ്ണിൽ പാച്ച് ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വാശിയായിരിക്കും ഐനൂട്ടൻ. അപ്പോൾ ഐനൂനെ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കും, അങ്ങനെയൊക്കെ ചെയ്യിക്കും. ഇപ്പം നമ്മൾ ഇവർക്ക് ഭയങ്കര ഇപ്പം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മുഖമല്ല, ഇവരെ തല്ലുകൂടുന്ന ഒരു ഫേസ് നിങ്ങളെ കാണിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും ക്യാമറ എടുത്ത് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. കാരണം ഇവരെ പിന്നാലെ ഓടണം, കാരണം തല തല്ലി പൊളിക്കും. അങ്ങനെയാണ്, കയ്യിലെന്തുണ്ടോ അത് വെച്ചടിക്കും. പിന്നെ പാറുട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇങ്ങനെയാണ് പാറുട്ടൻ. അതായത് അവളെ കൊണ്ടാവണ രീതിയിൽ അവൾ പിള്ളേരെ കുറേ അവൾ ടേക്ക് കെയർ ചെയ്യും, നന്നായിട്ട് ശ്രദ്ധിക്കും, സൂക്ഷിക്കും. അതിനനുസരിച്ച് മുടി പിടിച്ച് വലിക്കുന്നുണ്ടോ, നല്ലോണം ഉപദ്രവിക്കുകയും ചെയ്യും. പക്ഷെ പാറുവിന് സഹിക്കാൻ പറ്റാത്ത ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ പാറുവിന് നല്ല അടി കിട്ടും. അതായത് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറിനോട്, പാറുട്ട നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ അടിച്ചോ, ഒരൊറ്റ അടി അടിക്കുക. പക്ഷെ അവൾ അടിക്കുന്ന ഒരൊറ്റ അടി അത് നല്ല വേദനയായിരിക്കും ഗൈസ്. പക്ഷെ അല്ലാണ്ട് നിവർത്തില്ല, അവൾക്ക് അവളുടേതായ ഒരു ഇത് വേണ്ടേ. അപ്പോൾ നമ്മളിത് ചായ വെച്ചു. കീത്തുമാണ് ഇവിടുത്തെ ചായ സ്പെഷ്യലിസ്റ്റ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങൾക്ക് പാല് കുറേ വേണം. എനിക്ക് പ്രത്യേകിച്ചും പാല് നന്നായിട്ട് വേണം, മധുരം വേണം, ഏലക്കായ ഉണ്ടെങ്കിൽ സബാഷ്, അങ്ങനെയാണ് കേട്ടോ. അതേ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പാല് കുറേ വേണം. എനിക്ക് പ്രത്യേകിച്ചും പാല് നന്നായിട്ട് വേണം, മധുരം വേണം, ഏലക്കായ ഉണ്ടെങ്കിൽ സബാഷ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. പക്ഷേ ഇതിൽ കുറേ ഇപ്പം എനിക്ക് ഭീഷണിയായി ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. കൈ കാണിക്ക് നക്കി തിന്നാ. ഓക്കെ, പോ അമ്മയുടെ അടുത്ത് പോയി. കാശിപ്പിച്ചോ അമ്മയല്ലേ കാശിക്കുട്ട. ചേച്ചി മോവാ വേണോ? അത്ര എനിക്ക് എന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഞാനൊന്ന് ഇങ്ങോട്ടല്ല വിളിക്കുന്നത്. കാശിക്കുട്ടനെ പാറുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മെക്കെട്ട് കയറ്റാണ്. അവളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പം കയ്യിൽ ന്യൂട്ടലിരിക്കുന്നത് കഴിക്കണം, മുടി പിടിച്ച് വലിക്കും, എനിക്ക് ക്രാവിൻ്റെ തണ്ടലുമ ചാടി കളിക്കും, അങ്ങനെയൊക്കെ കാണിക്കുക. അപ്പം ഞാൻ പാറുവിനെ ചീത്ത പറയും, പാറു അവിടെ കിടന്ന് കൊടുക്കല്ലേ. പക്ഷെ അവൾ ശരിക്കും എൻജോയ് ചെയ്യും, അവരെന്ത് ചെയ്താലും എൻജോയ് ചെയ്യും. പക്ഷെ വേദന എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ തണ്ടലുമെന്ന് മാറ്റാൻ വേണ്ടി നല്ല തിരുമ്പൊക്കെ കിട്ടുന്നുണ്ടോ കാശിക്ക്. മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടോ, മുടിയൊക്കെ പിടിച്ച് എനിക്കൊന്നും മുടി പിടിച്ച് വലിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയും, പാറു നീ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണത്? അപ്പം പറയും, ഞാൻ അങ്ങനെ അവനെ തല്ലിക്കരഞ്ഞാൽ പറയും, അമ്മ ഓക്കെ ഉണ്ണിയല്ലേ വിട്ടേക്ക് കുഴപ്പമില്ല, അങ്ങനെ പറയും. പക്ഷെ അവൾ പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം മെൽറ്റ്. വേറൊന്നുമല്ല, ഷീസ് എ ഗുഡ് സിസ്റ്റർ, അങ്ങനെ തോന്നും. മോളും അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നേ, വന്നേ അമ്മയുടെ അടുത്തേക്ക് വാ. കാശി തന്നെ നോക്കിയടി ചെടി തട്ടി തല തട്ടി
ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി ദിഗിൽ പുറത്ത് പോയിട്ടുണ്ട്. ജസ്റ്റ് ഫ്രൈഡ് റൈസ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറു ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഉറങ്ങണതാണ്. ഞാൻ തെക്കേ മുറിക്ക് വലിച്ചഴച്ചുകൊണ്ട് ഉറക്കാൻ വേണ്ടിയിട്ട്. ചാച്ചൻ ഇന്ന് പോയിട്ട് എത്തിയിട്ടില്ല, ഏട്ടൻ ജിമ്മിന് പോയിരിക്കുകയാണ്. പാറു ഫുഡ് വാങ്ങുക, കഴിക്കുക, പോയി കെടുക്കുക, ഉറങ്ങാം. ഓക്കെ, ഉറങ്ങാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഉറക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളപ്പോൾ ടി വിയും കണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ സിനിമ. അപ്പോൾ പാറുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ എന്നെ ഉറക്കരുതെന്ന്. പാറുവിനെ ഞാൻ ഉറക്കാൻ വേണ്ടി വലിച്ചഴച്ചാണ് കൊണ്ടുപോകും. അവൾക്ക് ഭയങ്കര മടി ഉറങ്ങാനായിട്ട്. അവൾക്ക് എത്രത്തോളം നേരം ഞങ്ങളുടെ കൂടെ ഒന്ന് കളിക്കാൻ പറ്റുമോ, കാണാൻ പറ്റണോ, ടി വി കാണാൻ പറ്റണോ, അത്രത്തോളം നേരം ഇരുന്ന് കാണാം. പക്ഷേ പാറൂസിനെ വേഗം കെടുത്തി ഉറക്കിക്കഴിഞ്ഞാൽ അവൾ പിറ്റേ ദിവസം ഒറ്റയ്ക്ക് തന്നെ നേരത്തെ എണീറ്റ് വന്ന് അവളുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തോളും. ഉറക്കം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അവൾ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. അപ്പം നിഖിൽ ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് ഇരുന്ന് കൊടുക്കുകയാണ്. അയഞ്ഞുട്ടൻ എന്താ പറയുക, വളരെ വളരെ റെയറായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക. കാശിക്കൂട്ടനെ കൊണ്ട് ഈ റൈസൊന്നും ഇതുവരെ കഴിപ്പിച്ചിട്ടില്ല, അല്ലാത്ത അവൻ ഒറ്റയ്ക്ക് കഴിക്കും. ഇനിയിപ്പോൾ 3 വയസ്സാവാൻ പോവാണ്, ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച് പഠിക്കണ്ടേ, ഞങ്ങൾക്കറിയില്ല. 3.5 വയസ്സിൽ നമ്മൾ പാറൂസിനെ അംഗനവാടി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അല്ലൂസിനെയും കാശിനെയും 3.5 വയസ്സിൽ ചേർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ അതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. അവരുടെ ആക്ടിവിറ്റീസ് ആയാലും ആ ഒരു ഏജിൻ്റെ ഒപ്പം എത്തിയിട്ടില്ല. അപ്പോൾ 1 വർഷം കൂടെ വെയിറ്റ് ചെയ്യാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിനിട്ട് വീണ്ടും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടറടിച്ചിരിക്കണം, ഓ മൈ ഗോഡ്, നമുക്ക് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റാണ് അത്. കാരണം ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കാണുന്നത് വളരെ റയറായിട്ടാണ്. ഇപ്പോൾ നമ്മൾ അല്ലൂസിനും വരി കൊടുക്കുന്നുണ്ട്, ഞാൻ കാശിക്കൂട്ടനും വരി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാശിക്കൂട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ ഫോൺ വെച്ച് കൊടുക്കണം. ഞങ്ങൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫോൺ വെച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഫുഡ് കഴിക്കണില്ല. എല്ലാവരും അണ്ടർ വെയിറ്റ് ആണ്, 3 എണ്ണം അണ്ടർ വെയിറ്റ് ആണ്. എന്താ കഥ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തേ പാറുട്ടനെ വേഗം കൊണ്ടുപോയി ഉറക്കി. പാറുവിനെ വലിച്ചു പിടിച്ച് ഇഴച്ച് കൊണ്ടുപോയി പാറു ഫ്ലാറ്റോ. അതായത് ഞാനൊന്ന് കെടുത്തി അവളെ ഫുള്ളായിട്ട് കെട്ടിപ്പിടിച്ച് ഒരു 5 മിനിറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ പാറു അപ്പം തന്നെ കിടന്നുറങ്ങും. കുട്ടി അത്രയും ടയേർഡാണ്, അവൾ അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അമ്മയുടെ റൂമിലേക്ക് എടുത്തുന്നത് ഷീറ്റൊക്കെ ഞാൻ താഴെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറു ഉള്ളാറുണ്ട് ഗൈസ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കും ഉള്ളാറുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും സേഫായി. കാരണം ഇനി എനിക്ക് ടെൻഷൻ അടിക്കേണ്ട. പാറു ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. കാശിക്കൂട്ടനെ ഏട്ടനാണ് ഉറക്കാറുള്ളത് കേട്ടോ. അപ്പോൾ 9:10 ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാനിരിക്കാൻ പോവാണ്. അമ്മ ഇല്ല കേട്ടോ ഇവിടെ. അമ്മായിയുടെ വീട്ടിലാണ്. അമ്മ പിറ്റേ ദിവസം വൈകുന്നേരം പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എത്താറ്, അങ്ങനെ ചെയ്യാറുള്ളത്. അമ്മായിക്ക് ഇച്ചിരി വയ്യാത്തതുകൊണ്ട് അമ്മായിയുടെ അടുത്ത് അമ്മ നിൽക്കും, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിച്ച് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്തോരം സിനിമയെ കാണാമെന്ന്. അങ്ങനെയൊന്നുമില്ല, തുമ്പും പാലും ഇല്ലാണ്ടാണ് ഞങ്ങൾ സിനിമ കാണാൻ. നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒക്കെ കലഹത്തിൻ്റെ ബഹളത്തിൻ്റെ ഒക്കെ ഇടയിൽ എവിടെ സമയം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടി വി കാണും, ചിലപ്പോൾ എഡിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് പിള്ളേരെ ഉറക്കണം. ഞങ്ങൾ എത്രയും ഫാസ്റ്റ് ആവണോ അത്രയും ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ അല്ലൂസ് 12 മണി കഴിയാണ്ട് ഉറങ്ങത്തേ ഇല്ല. പക്ഷേ കാശിക്കൂട്ടൻ അങ്ങനെയല്ല, അവൻ വേഗം ഉറങ്ങിക്കോളും. ഇപ്പോൾ സ്കൂൾ തുടങ്ങിയതുകൊണ്ട് പാറുട്ടൻ്റെ കൂടെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേനും കാശി എണീക്കും. അവൻ ഉച്ചയ്ക്ക് വേഗം ഉറങ്ങും, ഉച്ചയ്ക്ക് നേരത്തെ എണീക്കും. അപ്പോൾ രാത്രിത്തെ ഉറക്കം നേരത്തെയാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ആ ഒരു കാര്യം ബെറ്ററാണ്. അപ്പം ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ കീർത്തനോട് പറയുന്നു, കീർത്തു ചായ കുടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾ ഓൾറെഡി ചായ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീർത്തോടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി സെറ്റപ്പാക്കുന്ന നേരത്തെ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വർത്താനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനമില്ല കേസ്. കാരണം എന്തോരം സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ സംസാരം നിൽക്കത്തില്ല. ഇതിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വിചാരിക്കും എന്തുട്ടേക്ക് ഇത് ഇത്ര വലുതായിട്ട് പറയാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും, ഞങ്ങൾക്ക് കുറേ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ഞങ്ങളുടെ ഫ്യൂച്ചർ, ഞങ്ങളുടെ പിള്ളേരെ പറ്റി, അതാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങളുടെ പിള്ളേരെ 3 പേര് വലുതായി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവരുടെ ആയിട്ടുള്ള സംഭവം, പിന്നെ പാറുവിൻ്റെ കല്യാണത്തിന് ഞങ്ങളുടെ പ്രിപ്പറേഷൻസ്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നൈസാണ് സംഭവം. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെയും ഞങ്ങളിതേ ടി വി കാണാനിരുന്നു. ചേട്ടൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ജിമ്മിൽ നിന്ന് വന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞ് കെടുക്കാൻ നേരത്ത് ഭയങ്കര ലേറ്റ് ആയിരുന്നു കെടുക്കാൻ വേണ്ടിയിട്ട്. രാത്രി കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കാശിക്ക് ഏട്ടൻ മതി. അപ്പം നിങ്ങൾ വിചാരിക്കും ഫീഡിങ് നിർത്തിയത്. നോ വേ, കാശിനെ കെടുത്തി ഉറക്കും. പക്ഷേ കാശ് ഇതിൻ്റെ ഇടയിൽ എനിക്കും. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്നാൽ പോലും ഒരു രക്ഷയില്ല. അവന് പാല് കുടിച്ചേ പറ്റൂ. ഞാൻ ഗതികെട്ട് പാല് കുടിക്കുകയും ചെയ്യും ഗൈസ്. ഇതുവരെ ഫീഡിങ് നിർത്തിയിട്ടില്ല. വാറുട്ടനും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് റൂട്ടീൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അയ്യോ കമൻറ്റ് സെക്ഷൻ ഓഫാണോ ഓൺ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ സി.